അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ നോമ്പും വിശുദ്ധ ഖുർആൻ പാരായണവും നിസ്കാരങ്ങളും ദിക്റുകളും സ്വലാത്തുകളും മറ്റ് സൽക്കർമ്മങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. രോഗികളുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ഈ പരിശുദ്ധ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് തരട്ടെ. നമുക്കറിയാം, ഓരോ വർഷങ്ങളും അതിവേഗമാണ് കഴിഞ്ഞു പോകുന്നത്, മുമ്പൊന്നുമില്ലാത്ത വേഗതയിൽ. ഇത് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യർക്ക് ഒന്നും പൂർത്തീകരിക്കാൻ സമയം കിട്ടുന്നില്ല. പൂർത്തീകരിക്കാൻ കഴിയാത്ത പല ആഗ്രഹങ്ങളുമായാണ് പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും സമയം തികയുന്നില്ല. ഡിജിറ്റൽ യുഗത്തിലാണ് നാം ഉള്ളത്. എല്ലാം ഡിജിറ്റലാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ കാര്യമായി ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്ക് സമയമില്ല. മുൻകഴിഞ്ഞു പോയ നമ്മുടെ പൂർവികരെ പോലെ ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഇത്തരം ഒരു യുഗത്തിൽ ഡിജിറ്റൽ ഇബാദത്തുകളെയും പുണ്യകർമ്മങ്ങളെയും തേടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഒരുപാട് ഡിജിറ്റൽ പുണ്യകർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അത്തരം ചില പുണ്യകർമ്മങ്ങളെക്കുറിച്ച് ഈ റമദാനിൽ പഠിക്കാം. അഥവാ വളരെ കുറഞ്ഞ സമയവും അധ്വാനവും കൊണ്ട് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റിയ പുണ്യകർമ്മങ്ങൾ. അതാണല്ലോ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം. കുറഞ്ഞ സമയം കൊണ്ട് വലിയ പ്രതിഫലം നേടിയെടുക്കാം. 5 വക്ത് നിസ്കാരങ്ങൾ പോലുള്ള നിർബന്ധ കർമ്മങ്ങളെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങളിൽ ഡിജിറ്റലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അവ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം നാം ഈ പരിശുദ്ധ റമദാനിൽ പറയുന്ന ഡിജിറ്റൽ പുണ്യകർമ്മങ്ങളിൽ നിന്ന്, അഥവാ കുറഞ്ഞ സമയം കൊണ്ട് വലിയ നേട്ടം കൊയ്തെടുക്കാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങളിൽ നിന്ന് ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കും ജോലികളുടെ അവസ്ഥകൾക്കും ഒഴിവുകൾക്കും അനുസരിച്ച് തനിക്കുപയോഗപ്പെടുത്താൻ പറ്റിയത് ഏതാണെന്ന് കണ്ടെത്തുകയും അവ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. എല്ലാം എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ലല്ലോ. കേൾക്കുന്ന സമയത്ത് തോന്നും ഇതും എനിക്ക് ചെയ്യണം, അതും ചെയ്യണം. അങ്ങനെ എല്ലാം കൂടെ ചെയ്താൽ ഒന്നുമില്ലാതാവും. അപ്പം അതിന് ശ്രമിക്കാതെ നമുക്ക് പറ്റിയത് ഏതാ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് നല്ലത് ഏതാണ്, അത് മനസ്സിലാക്കി അത് നടപ്പിലാക്കുക. കാരുണ്യവാനായ അള്ളാഹുവിൽ നല്ല വിശ്വാസവും പ്രതീക്ഷയും വെച്ച് പുലർത്തി റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിലും പ്രതീക്ഷിച്ച് ജീവിതത്തെ സുഗമമാക്കുക. നല്ല സന്തോഷത്തോടെ ജീവിക്കാം. അള്ളാഹുവിലുള്ള വലിയ പ്രതീക്ഷയിൽ ജീവിക്കാം. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ ഡിജിറ്റൽ ഇബാദത്തുകളുടെ കലവറയാണ്. അഥവാ ചെറിയ ഇബാദത്ത് കൊണ്ട് വലിയ പുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ്. ഒരൊറ്റ രാത്രി ശ്രദ്ധിച്ചാൽ 1000 മാസത്തെ പുണ്യം കിട്ടുന്ന ലൈലത്തുൽ ഖദറുള്ള മാസമാണത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ. സുന്നത്ത് നിസ്കാരങ്ങൾക്ക്, ഫർദ് നിസ്കാരങ്ങളുടെ പുണ്യമുള്ള മാസമാണ്. അങ്ങനെ പലതും ഈ മാസത്തെ
ഈ മാസത്തിൽ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ഓരോന്ന് നമ്മൾ ഇടയ്ക്ക് വരും. അപ്പോൾ ഈ മാസത്തെ നാം അത്തരം പുണ്യകർമ്മങ്ങളുടെ ഒരു പരിശീലന കളരി മാസമാക്കി മാറ്റുക, അത് പരിശീലിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശ്വാസിയുടെ നിയ്യത്തിന് പോലും പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. നിയ്യത്ത്, അതിന് പണിയൊന്നുമില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ കതബൽ ഹസനാത്തി വസ്സയ്യിആത്തി സുമ്മ ബയ്യന ദാലിക. ഏതൊക്കെയാണ് പുണ്യകർമ്മങ്ങളെന്നും ഏതൊക്കെയാണ് അരുതാത്തവ എന്നും അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച് തീരുമാനിച്ചു തന്നിട്ടുണ്ട്. ഇന്നതൊക്കെയാണ് നല്ലത്, ഇന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതെന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, അങ്ങനെ അത്തരം അള്ളാഹു നിശ്ചയിച്ച പുണ്യകർമ്മങ്ങളിൽ നിന്ന് ഒന്ന് ചെയ്യാൻ ഒരാൾ ആശിച്ചു, ഉദ്ദേശിച്ചു, നിയ്യത്ത് വെച്ചു, ഫലം യഅമൽഹ, പക്ഷേ സംഗതി വശാൽ അത് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില, അത് അവന് പരിപൂർണ ഒരു കൂലി, അത് ചെയ്തതിൻ്റെ പരിപൂർണ ഒരു കൂലി അവന് നൽകും. ഇനി ചെയ്താലോ, പൈൻഹുവ ഹമ്മബിയ ഫാമില, നീയത്ത് വെച്ചത് ചെയ്യുകയും ചെയ്താലോ, ഇന്ന് ഒരു 5 രൂപ സ്വതക്ക ചെയ്യണമെന്ന് നീയത്ത് വെച്ചു, ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി കിട്ടും. ചെയ്താലോ കതബഹല്ലാഹു ലഹു ഇൻദഹു അശ്റ ഹസനാത്തിൻ, 10 പുണ്യകർമ്മങ്ങളായത് എഴുതും. മാഷാ അല്ലാഹ്, എത്ര വലിയ പുണ്യമാണ്! ഡിജിറ്റൈസ്ഡ് ആണിത്. എത്രത്തോളം? ഇല 10 എന്നല്ല, അവൻ്റെ ഇഖ്ലാസിനനുസരിച്ച് അത് 700 അതിലപ്പുറമൊക്കെ ആവും. മഹാന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാവിലെ ജോലിക്ക് പോകുമ്പോൾ പോലും നിയ്യത്ത് വെക്കണമെന്ന്. ഉദാഹരണമായി, പടച്ചവനെ, ഞാൻ ഇന്ന് ഈ ജോലിക്ക് പോകുന്നത് എൻ്റെ ഭാര്യക്കും മക്കൾക്കും അന്നം തേടിക്കൊണ്ടാണ്, അവർക്ക് ഭക്ഷണം നൽകുക എന്നത്, റിസ്ക് നൽകുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അത് നിയ്യത്ത് വെക്കുക. അതുപോലെ ഞാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും മുഅ്മിനീങ്ങളെ കണ്ടാൽ, മുസ്ലിമീങ്ങളെ കണ്ടാൽ അവരോട് സലാം പറയും, മറ്റൊരു നിയ്യത്ത്. അതുപോലെ പോകുന്ന വഴിയിൽ വല്ല പ്രയാസങ്ങളും, മനുഷ്യർക്ക് പ്രയാസമാകുന്ന വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് കഴിയുന്നതാണ്, ഞാനത് നീക്കി ആ വഴി വൃത്തിയാക്കും, മറ്റൊരു നിയ്യത്ത്. ഈ ദിവസത്തിലുള്ള എല്ലാ ജമാഅത്തിലും ഞാൻ പങ്കെടുക്കും എന്ന് നിയ്യത്ത് വെക്കുക. അതുപോലെ നല്ലതെന്തെങ്കിലും ഇന്നൊന്ന് പഠിക്കും, ഇന്ന് ഏതെങ്കിലും ഒരു നല്ല ക്ലാസ് കേൾക്കും, അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇന്ന് ഞാൻ ചാർച്ചബന്ധം പുലർത്തും. അതുപോലെ പുഞ്ചിരിക്കും, നിയ്യത്ത് വെക്കുക. ഇന്നെനിക്ക് സാഹചര്യവും സൗകര്യങ്ങളും ഒത്തുവന്നാൽ ഞാൻ ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും. ഇങ്ങനെ നാം നല്ല നിയ്യത്തുകൾ വെച്ചിറങ്ങിയാൽ അവയിലെ പലതും നമുക്ക് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കാനെങ്കിലും നാം പഠിക്കുക. അത് തന്നെ എന്താണ്? ഡിജിറ്റൽ ഇബാദത്തുകളാണ്, പുണ്യകർമ്മങ്ങളാണ്. നല്ല നിയ്യത്ത് നന്നാക്കിയാൽ തന്നെ കൂലി കിട്ടും. ഹദീസാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ അത്തരം ഓരോ പുണ്യകർമ്മങ്ങളെക്കുറിച്ച്, അഥവാ ചെറിയ സമയം കൊണ്ട് വളരെ ആർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങളെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് പരിചയപ്പെടാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനുമൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.